ഒരു അധ്യാപകൻ വനിതാ വിശ്രമമുറിയിൽ ആരോ പുകവലിക്കുന്നത് കണ്ടു. അദ്ദേഹം ദേഷ്യത്തോടെ മുറിയിലേക്ക് കയറി. മോശമായി പെരുമാറിയ 3 വിദ്യാർത്ഥികളെ പിടികൂടി. പക്ഷെ അവരിൽ നിന്ന് സിഗരറ്റൊന്നും കണ്ടെത്തിയില്ല. നിസ്സഹായനായി അധ്യാപകന് ഓരോ സ്റ്റാളും പരിശോധിക്കേണ്ടി വന്നു. അപ്പോഴാണ് അദ്ദേഹം അബദ്ധത്തിൽ ഒരു വലിയ രഹസ്യം കണ്ടെത്തിയത്. സ്മോക്ക് ഡിറ്റക്ടറിനുള്ളിൽ ഒളിപ്പിച്ച ഒരു ചെറിയ ക്യാമറ കണ്ടെത്തി. സത്യം കണ്ടെത്താൻ അദ്ദേഹം തീരുമാനിച്ചു. വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം ക്യാമറയിലേക്ക് പ്രവേശിച്ചു. ക്യാമറ സ്ഥാപിച്ചത് ഇംഗ്ലീഷ് അധ്യാപകനാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഇംഗ്ലീഷ് അധ്യാപകന്റെ അസാന്നിധ്യം മുതലെടുത്ത് തെളിവുകൾക്കായി ഇംഗ്ലീഷ് അധ്യാപകന്റെ കമ്പ്യൂട്ടർ രഹസ്യമായി ഓൺ ചെയ്തു. ഒരു വിദ്യാർത്ഥിയെ തന്റെ വീട്ടിലേക്ക് ആകർഷിക്കാൻ ഇംഗ്ലീഷ് അധ്യാപകൻ ശ്രമിക്കുന്നുണ്ടെന്ന് കണ്ടെത്തി. എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾക്ക് തോന്നി. ഉടൻ തന്നെ അവനെ തടയാൻ പോയി. എന്നാൽ അപ്പോഴേക്കും വീട്ടിനുള്ളിൽ നിന്ന് ഒരു നിലവിളി കേട്ടു. പൂർണ്ണമായും കോപാകുലനായ അയാൾ കുറഞ്ഞ അടിയിൽ ഖരമരവാതിൽ തകർത്തു. എന്നിട്ട് ഒരൊറ്റയിടിയിൽ ഇംഗ്ലീഷ് അധ്യാപകനെ കീഴടക്കി. മുമ്പ് ഇയാൾ ഒരു ബോക്സിംഗ് അസോസിയേഷനിലെ കോച്ചായിരുന്നു. എന്നാൽ ഒരിക്കൽ ബോസുമായി വഴക്കുണ്ടാക്കിയപ്പോൾ അയാൾ ബോസിന്റെ 2 വാരിയെല്ലാം ഒടിച്ചു. അതിനുശേഷം ഇയാൾക്ക് ബോക്സിംഗ് കോച്ച് എന്ന ജോലി നഷ്ടപ്പെട്ടു. പിന്നീട് ഇയാളുടെ അനുജത്തിയാണ് ഒരു സ്കൂളിൽ PE അധ്യാപകനായി ജോലി കണ്ടെത്തി കൊടുത്തത്. ആദ്യ ദിവസം തന്നെ ഒരു വിദ്യാർത്ഥിയുമായി അയാൾക്ക് ഗുരുതരമായ വഴക്കുണ്ടായി. അയാൾ അവളോട് ക്ഷമ ചോദിക്കുകയും അവളെ എഴുന്നേൽക്കാൻ സഹായിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ആ പെൺകുട്ടിക്ക് അവനുമായി ഒരു ബന്ധവും സ്ഥാപിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അവൾ വെറുപ്പോടെ ഓടിപ്പോയി. പകരം ഉയരമുള്ളതും സുന്ദരനുമായ ഇംഗ്ലീഷ് അധ്യാപകനോട് അവൾക്ക് ആരാധനയുണ്ടായിരുന്നു. സ്കൂൾ ഡയറക്ടർ ഇയാളുടെ ശക്തമായ ശരീരം കണ്ട് ഇഷ്ടപ്പെട്ടു. വിദ്യാർത്ഥികൾ അടയ്ക്കാനുള്ള ട്യൂഷൻ ഫീസ് പിരിച്ചെടുക്കാൻ സ്കൂളിനെ സഹായിക്കാൻ അദ്ദേഹം ഇയാളോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ യുവ വിദ്യാർത്ഥികളെ നേരിട്ടപ്പോൾ അയാൾ ഒരു നടപടിയും എടുത്തില്ല. അതിനാൽ 2 സെമസ്റ്ററുകളായി ട്യൂഷൻ ഫീസ് അടയ്ക്കാത്ത പെൺകുട്ടിയിൽ നിന്ന് തുടങ്ങാൻ അയാൾ തീരുമാനിച്ചു. പക്ഷേ നടപടിയെടുക്കാൻ തുടങ്ങിയപ്പോൾ പെൺകുട്ടി മതിൽ കയറി സ്കൂളിൽ നിന്ന് പോകുന്നത് പെട്ടെന്ന് കണ്ടു. അയാൾ അവളെ രഹസ്യമായി പിന്തുടർന്നു. പെൺകുട്ടി ഒരു ക്ലബ്ബിലേക്ക് നടന്നു പോകുന്നത് അയാൾ കണ്ടു. അയാളും അവളെ പിന്തുടർന്ന് അകത്തേക്ക് പോയി. 2 പുരുഷന്മാർ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നത് അയാൾ കണ്ടു. അയാൾ നടന്നുപോയി അവരിൽ ഒരാളെ ശക്തിയായി തള്ളിമാറ്റി. അയാൾ പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ ക്ലബ്ബ് ഉടമ ഇയാളെ തടയാൻ വന്നു. പക്ഷേ തന്റെ ശക്തമായ പ്രതിരോധ ശക്തി കൊണ്ട് അയാൾ ഉടമയെ കീഴടക്കി. പുറത്തുവച്ച് അയാൾ പെൺകുട്ടിക്ക് ഒരു ഉപദേശം നൽകി. ദീർഘകാലമായി കാണാതായ തന്റെ ഉറ്റ കൂട്ടുകാരിയെയാണ് താൻ തിരയുന്നതെന്ന് പെൺകുട്ടി വിശദീകരിച്ചു. കൂട്ടുകാരിയുടെ മാതാപിതാക്കൾ ഒരു അപകടത്തിൽ മരിച്ചതിനു ശേഷം രോഗിയായ ദുർബലയായ മുത്തശ്ശിയെ ചികിത്സിക്കാൻ വേണ്ടി അവളുടെ കൂട്ടുകാരി ഈ ക്ലബ്ബിൽ ജോലി ചെയ്യാൻ നിർബന്ധിതയായി. എന്നിട്ട് അവളുടെ കൂട്ടുകാരി ഈ സ്ഥലത്തു നിന്നും പൂർണ്ണമായും അപ്രത്യക്ഷമായി. ഇത് ഇയാളെ പെട്ടെന്ന് രോഷാകുലനാക്കി. അന്ന് രാത്രി പെൺകുട്ടിയെ അവളുടെ നല്ല കൂട്ടുകാരിയെ കണ്ടെത്താമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു. പക്ഷേ പെൺകുട്ടി അവളുടെ വീട്ടുവാതിൽക്കൽ എത്താൻ തുടങ്ങിയപ്പോൾ ഒരു കാർ അവളുടെ പിന്നിൽ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്തു. അത് സാവധാനം അവളെ കടന്നുപോയി. ആദ്യം പെൺകുട്ടി അത് ശ്രദ്ധിച്ചില്ല. കാർ പെട്ടെന്ന് നിർത്തിയതുവരെ അവൾ പെട്ടെന്ന് സാഹചര്യത്തിന്റെ ഗുരുതരം മനസ്സിലാക്കി. അതേസമയം പെൺകുട്ടി ഉപേക്ഷിച്ച ഫോൺ അയാൾ കണ്ടെത്തി. അത് അവൾക്ക് തിരികെ നൽകാൻ തിരിച്ചുപോകാൻ അയാൾ തീരുമാനിച്ചു. പക്ഷേ പാലത്തിനടിയിലെത്തിയ ഉടൻ ഒരു കറുത്ത വസ്ത്രധാരി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നത് അയാൾ കണ്ടു.